ഈ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇങ്ങനെ പാർട്ടിക്കകത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ KPCC നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ NM വിജയന് അനുകൂലമായ തരത്തിലല്ല നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് സമീപനം ഉണ്ടാകുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഈ DCC നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചതാണോ അതോ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് സുർജിത്ത്? എന്തായാലും റിജിത്ത് മകൻ വിജേഷ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കത്ത് ഇത്ര ദിവസമായല്ലോ, പുറത്തു വരാൻ വൈകിയല്ലോ, എന്താണ് ഇതിൻ്റെ സാഹചര്യം? അച്ഛൻ എനിക്ക് തന്നൊരു കത്തിൽ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം അതിനുശേഷം ഈ രീതിയിൽ നീങ്ങിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കത്തിൽ പരാമർശമുള്ളത്? പ്രധാനമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത്രയും പൈസ എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് ഈ കത്ത് കണ്ടപ്പം ഉള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്തൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കാര്യം ഇത്രയും വന്നതിൻ്റെ കാരണം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഈ പണം വാങ്ങിയതിൽ പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും പങ്കുണ്ടെന്നുള്ളത് തന്നെയല്ലേ നിങ്ങളുടെ ആരോപണം? പങ്കുണ്ട് തന്നെയാണ് ഉണ്ടായത്. ഈ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ നേരത്തെ? പറഞ്ഞിട്ടില്ല. പക്ഷേ അവസാന കാലഘട്ടമായപ്പം കുറച്ച് സൂചിപ്പിച്ച് ഇതാക്കിയിരുന്നു. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് ഈ കത്തിൽ തന്നെ പറഞ്ഞത്. ഈ കത്തിൽ ഏതൊക്കെ നേതാക്കളുടെ പേരാണ് പരാമർശിച്ചിട്ടുള്ളത്? ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ. അവസാന കാലഘട്ടം വരെ എന്നെ ചതിച്ചു എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. സഹായം ചോദിച്ചു തന്നപ്പോൾ പോലും അവരെല്ലാം കൈയൊഴിഞ്ഞു എന്ന രീതിയിലാണ് കത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ പാർട്ടിക്ക് നിരവധി തവണ അദ്ദേഹം NM വിജയേട്ടൻ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലേ? അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് അതിൽ പ്രത്യേകിച്ചൊരു കാര്യങ്ങളുണ്ടായിട്ടില്ല. അതായിരിക്കും ഈ അവസാന കാലഘട്ടങ്ങളിൽ. പിന്നെ എന്നോട് ലാസ്റ്റ് പറഞ്ഞത് എല്ലാം ശരിയാവും മോനെ, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ലാസ്റ്റ് എന്നോട് പറഞ്ഞ വാക്കുകളാണത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, കത്ത് പുറത്തു വിട്ടാൽ മതി അദ്ദേഹം കുറിപ്പിൽ എനിക്ക് തന്ന കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുറിപ്പിൽ? നിങ്ങൾക്ക് തന്ന കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? 10 ദിവസത്തിനുള്ളിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ DYSPക്ക് ജില്ലാ സൂപ്രണ്ടിന് ഒരു കത്ത് കൊടുക്കുക. പാർട്ടി നേതൃത്വത്തിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്, ഈ പണം വാങ്ങിയതിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം? പരാതി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആക്ഷേപം? പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പരാതിൻ്റെ കോപ്പി തന്നെ അയച്ചുതരാം. നിങ്ങളത് പാർട്ടിക്ക് പങ്കുണ്ട് ഇതിനകത്ത് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും മകൻ വിജേഷ് പറയുന്ന കാര്യം ഈ പാർട്ടിക്ക് കൃത്യമായ രീതിയിലുള്ള പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള തെളിവ് തന്നെയാണ് അത്. ആ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിവരം കൂടി പുറത്ത് വരുന്നത്. അതായത് ഇതിൽ പാർട്ടി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് എന്തായാലും CPMൻ്റെ നേതാക്കൾ ഇവിടെയുണ്ട്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂരുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷേപം? അല്ല, ഞങ്ങളിത് ആത്മഹത്യാശ്രമം പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം കാണിച്ചുള്ള നെറുകേടിൻ്റെ ഇരയാണ് വിജയേട്ടൻ നിങ്ങൾ പറഞ്ഞാണ്. ഇപ്പോൾ കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായ ക്രിമിനൽ സംഘമായി കോൺഗ്രസ് നേതൃത്വം മതവധിച്ചതിൻ്റെ തെളിവുകളാണ് വന്നുള്ള കത്തുകൾ. തൻ്റെ ഈ പ്രയാസങ്ങളെല്ലാം KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടെ വിജയേട്ടൻ അറിയിച്ചിട്ട് പോലും സമയത്തിനിടാൻ വേണ്ടി തയ്യാറായില്ല. ഇപ്പോൾ വിജയേട്ടൻ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, തനിക്കുണ്ടായുള്ള സാമ്പത്തിക ബാധ്യതയെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്, പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ച് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് പാർട്ടി ഉത്തരവാദിത്വം വഹിക്കണം. അതുകൊണ്ട് വിജയേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറാവണം. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന നിലപാടാണ് ഞങ്ങൾക്ക് ഇതുമായി മുമ്പോട്ട് വെക്കാനുള്ളത്. എന്തായാലും CPM ഉന്നയിക്കുന്ന ആരോപണം, അതായത് ആ ആരോപണത്തിന് കരുത്തു പകരുന്ന വിധത്തിലുള്ള ഒരു കത്താണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ആ കത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ അക്കമിട്ട് നിരത്തുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും ഇനി പോലീസ് അന്വേഷണം ഏത് വിധത്തിലാകുമെന്നുള്ളത് തന്നെയാണ് അവരും ഉറ്റുനോക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്